ഗൈസ് നമസ്കാരം. LBSൻ്റെത് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത് എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് LBSൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് LBSൻ്റെ വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിടത്തോളം ഒത്തിരി കുട്ടികൾ കൂടുതലും വെരിഫിക്കേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിഫിക്കേഷൻ കഴിയാൻ കുറച്ച് ഡിലേ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് 15 ഈ ഇൻഡിപെൻഡൻസ് ഡേ അത് അങ്ങനെ ഒരുപാട് ലീവുകൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ LBS ഇൻഡെക്സ് മാർക്കാണ് ആദ്യം പുറത്ത് വിടുക. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും പുറത്തോട്ടേക്ക് വിടും. അതിനുശേഷം അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വേറൊരു പ്രശ്നം അവർ പറഞ്ഞത് ഓണത്തിന്റെ ലീവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഓപ്ഷൻ എൻട്രി ഓപ്പൺ ചെയ്യുക. അത് ചിലപ്പോൾ മേ ബി ഓണം ലീവിന്റെ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഓണം ലീവിന് ശേഷം മാത്രമേ ഓപ്ഷൻ എൻട്രി പ്രതീക്ഷിക്കാവൂ. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ എൻട്രി ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പോൾ അതിനുശേഷമാണ് അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയിട്ട് വരിക. എന്തായാലും ഒരു സെപ്റ്റംബർ വരെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ നേരത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കരിയർ ഗൈഡൻസ് മലയാളം എന്ന് പറയുന്ന വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് മുമ്പ് തന്നെ ഇതുപോലത്തെ ഇൻഫോർമേഷൻസ് വാട്സപ്പ് ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയം ഉണ്ടല്ലോ കുറച്ച് ഡിലേ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 2025ത്തെയും 2024ലെയും കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ കോളേജുകളിൽ എത്ര കുട്ടികൾ കയറിയിട്ടുണ്ട്, എത്രയായിരുന്നു അവരുടെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഒരു ബെഞ്ച് മാർക്കായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യം LBS അലോട്ട്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. എന്തായാലും ഇൻഡെക്സ് മാർക്ക് ഇപ്പൊ ഇപ്രാവശ്യം അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്കും അതുപോലെ തന്നെ എത്ര കുട്ടികൾ അപ്ലൈ ചെയ്ത കുട്ടികളുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തത് ഇപ്രാവശ്യം അനലൈസ് ചെയ്യാന്ന് പറയുന്നത് നല്ല തന്നെയാണ്. പക്ഷെ ഇതിൽ ഇങ്ങനത്തെ കുറച്ചും കൂടി ലോജിക്കലായിട്ട് കുറച്ചും കൂടി കാര്യങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ LBS എന്തായാലും ഡിലേ ആവാനാണ് ചാൻസ് ഉണ്ടാവുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നേരത്തെ തന്നെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും വരൂല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.